ശ്രീ ദിനേശ്, ഇപ്പോൾ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോവുകയാണ് അല്ലേ? എന്നിട്ടും ഹിന്ദുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു മഹാശിവക്ഷേത്രം അവിടെ പിന്നെ അത് തകർത്തിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മാത്രമല്ല ആ സഭയുടെ പ്രവർത്തനം അത് അടിമുടി ദുരൂഹമാണെന്ന് പറയുന്നു. എന്നിട്ടും വേണ്ട രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതെ 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 പ്രധാനമായിട്ടും അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പൊന്നാനി. അപ്പൊ അവിടെയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇതിന് അനുകൂലമായിട്ട് ഇവരുടെ കൂടെ നിൽക്കില്ല. ശേഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും പറയാനും ഒക്കെ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പൊ സജയം പറഞ്ഞല്ലോ, രേഖ എടുക്കാൻ തന്നെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ എടുത്തു. ഇപ്പൊ ഞാൻ പോകുന്ന കാലത്തൊന്നും ഈ രേഖയൊന്നും കിട്ടിയിരുന്നില്ല, 96-ല്. അപ്പൊ ഈ രേഖ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. ഇനി ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ സജയനെ പോലുള്ള ആളുകൾ ഇതിന് രംഗത്ത് വന്നത് വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഇത് നമ്മുടെ ഈ ക്ഷേത്ര ചരിത്രം പരിശോധിക്കാൻ നമ്മളുടെ ഈ തലമുറയ്ക്ക് ശേഷം ഇനി ഒരു തലമുറ വരാനിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ യാതൊന്നും പറയാതിരുന്നു എന്ന് വിചാരിച്ചാൽ, അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തലമുറ നമ്മളെ ശപിക്കും. ഇവിടെ അടിമുടി കൃത്രിമവും അടിമുടി തെറ്റായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയാണ്. ഇവരുടെ കയ്യിൽ പല ഡിസ്പ്യൂട്ട് വരുന്ന ഭൂമികൾ, അങ്ങനെ ഒരു ഇതുണ്ട്. പല ആളുകളും ഡിസ്പ്യൂട്ട് ആവുന്ന ഭൂമികൾ നേരെ വഖഫിന് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഇത് ഡിസ്പ്യൂട്ട് ആവും എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ 1937 വാങ്ങിയിട്ടുള്ള ഭൂമി 1958 കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ വഖഫ് ചെയ്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധി ഭൂമികൾ അങ്ങനെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ കയ്യിലുള്ള ഭൂമി ഓരോന്നോരോന്ന് പരിശോധിച്ചു നോക്കൂ. തീർച്ചയായും ഞാൻ വക്കീൽ ഗുമസ്തനായിരുന്ന സമയത്ത് ഒരു കക്ഷി വന്നിട്ട് ഡിസ്പ്യൂട്ടുള്ള ഒരു ഭൂമിയാണ്, നമുക്കത് വിട്ടുകൊടുക്കാൻ വയ്യ, എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിനോട് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് അങ്ങോട്ട് വഖഫ് ചെയ്യാൻ പറഞ്ഞു. മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വഖഫ് ചെയ്ത് പിന്നെ ഏതെങ്കിലും കാലത്ത് വഖഫ് ചെയ്ത മൗനത്തുൽ ഇസ്ലാം സഭ നോക്കിക്കോളും, വഖഫാദാരല്ലേ. ആ രീതിയിൽ ഈ ഭൂമി തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് വളരെ കൃത്യമായ ഒരു ബോധം ഉള്ളത് കൊണ്ടായിരിക്കണം 1958 ജനുവരി 25 ഡിസ്പ്യൂട്ടുള്ള ഈ ഭൂമി ഇനി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കൊടുത്തത്. മൗനത്തുൽ ഇസ്ലാം സഭയാകട്ടെ ഒരു ക്ഷേത്രം, അവരുടെ ഒരു ലൈൻ എന്താണെന്ന് അറിയില്ല, ഏതായാലും അവര് ആ ക്ഷേത്രം പൊളിച്ചു എന്നുള്ളതൊരു സത്യമാണ്. ആ ക്ഷേത്രം ഞാൻ കണ്ടതാണ്, അതിന്റെ നാട്ടുകാരും കണ്ടിട്ടുണ്ട്. 1996 ഞാൻ ക്ഷേത്രം കണ്ടതാണ്. പൊളിച്ചതിന് ശേഷമാണ് അവിടെ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ, എനിക്ക് തോന്നുന്നു കോടികൾ ചെലവാക്കിയിട്ടാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ ക്ഷേത്രഭൂമി. ഇത് എങ്ങനെ പരിഹരിക്കും എന്നത് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. ഇത് പൊന്നാനിയുടെയോ മലപ്പുറം ജില്ലയുടെയോ ഒരു പ്രശ്നമല്ല. ഇത് ശരിക്കും തോന്നുന്നു ഇന്ത്യയിൽ മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറും എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയാണ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള ഒരു ജില്ലയാണ്. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അവരിതെല്ലാം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 വഖഫിന്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഇനി എത്രണ്ണം പുറത്തേക്ക് വരുമെന്ന് അറിയില്ല. അല്ല, കോടതിയുടെ പരിഗണനയിലാണ്, ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കോടതി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു എക്സ്കവേഷൻ നടത്തിയാൽ ഒക്കെ ഈ അവശിഷ്ടങ്ങൾ എന്തായാലും കാണാൻ സാധിക്കുമല്ലേ? ഇപ്പോഴും അതിനടിയിൽ അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ. ഉണ്ട്. അത് ഞാൻ സജയനോട് പറഞ്ഞു. സജയൻ ഉൾപ്പെടെയുള്ളവരാണ് ആ കേസിലെ കക്ഷികള്. അപ്പൊ പറഞ്ഞു, ഇതൊരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വെക്കൂ, കമ്മീഷണറെ വെക്കാൻ അപേക്ഷ കൊടുത്ത് കമ്മീഷണർ വരട്ടെ, ഇതെല്ലാം ഉത്ഖനനം ചെയ്തെടുക്കട്ടെ. ഇപ്പൊ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കല്ലുകളൊക്കെ അവിടെ ഇരിക്കുക ഇപ്പോഴും ഈ ക്ഷേത്രഭൂമിയിലെ. സംസ്കൃതത്തിലെ എഴുത്തോട് കൂടിയിട്ടുള്ള ശിലകൾ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പഴക്കം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ക്ഷേത്രം മാത്രമല്ല, ഒരു തളിയൊന്നുമല്ല, തളി വേറെയുണ്ട്. തിരുനാവായ തളിയുണ്ട്, പരപ്പനാട് തളിയുണ്ട്, ഇതൊക്കെ പോയിരിക്കണു. അത് ഓരോരോന്ന് ഈ തകർന്ന ക്ഷേത്രങ്ങളുടെ റിസർച്ചിൽ നമുക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ, 200ഓളം ക്ഷേത്രങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലൊരു ക്ഷേത്രം മാത്രമാണ്. മലപ്പുറം ജില്ലയിലാണോ 200 ക്ഷേത്രങ്ങൾ? അല്ലല്ല,
പാലക്കാട്, കണ്ണൂര്, അങ്ങനെയുള്ള ഏതാണ്ട് 200ഓളം ക്ഷേത്രങ്ങൾ, അതില് പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം ചെയ്തു കേട്ടോ. അല്ല, ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ കുറേ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഈ ക്ഷേത്രങ്ങൾ തകർത്ത സാമൂഹ്യ വിരുദ്ധരാരാണ്? ആ ശക്തികളാരാ? ആ എന്നോടാണോ? അതെ അതെ. ആ നമ്മളുടെ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പരമ്പരയായിട്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ഷേത്രങ്ങൾ തകർന്നു പോയത്, ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഈ ഒരു വിഷയം അങ്ങോട്ട് മാറ്റി വെച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങൾ തകർന്നതിന്റെ ആദ്യത്തെ തകർച്ച വരുന്നത് ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും പടയോട്ടക്കാലത്താണ്. പിന്നെ മലബാർ മേഖലയില് 3 താലൂക്കുകളിലും കോഴിക്കോടിന്റെയും പൊന്നാനിയുടെയും പാർശ്വഭാഗങ്ങളിലും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലും ആയിട്ട് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർന്നത് 1921 മാപ്പിള കലാപകാലത്താണ്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. മൂന്നാമത് നമ്മൾ തകർച്ച നേരിടേണ്ടി വന്നത് അവിടെയാണ്. ഇതിന്റെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ ഇതിലുള്ള ഒരു പങ്കിനെ കുറിച്ച് കൂടി നമുക്ക്, ഈ വഖഫിനപ്പുറം വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളുടെ തകർച്ചയില്. നമുക്ക് നമ്മുടെ ഓരോ ക്ഷേത്രത്തിലും ചെന്ന് കഴിഞ്ഞാൽ വഴിപാടിന്റെ വിവരം കാണാം. വലിയ ബോർഡ്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി ഇത്ര ഇത്ര ഇത്ര. ഇങ്ങനൊരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഓരോ ക്ഷേത്രത്തിനും നിരവധി ഭൂമി ഉണ്ടായിരുന്നു. എത്രയോ ഏക്കർ ഭൂമി ഓരോ ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു. അത് ഓരോ ഊരാളന്മാരായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ആ ക്ഷേത്രങ്ങളുടെ ദൈനംദിന കഴിച്ചിലുകൾ വന്നിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പൊതുവെ, ഇന്ന് പലരും കമ്മ്യൂണിസ്റ്റിന്റെ ആളുകള് ഈശ്വരവിശ്വാസികളെന്നൊക്കെ പറയേണ്ട കമ്മിറ്റികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തില് EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ, EMS നമ്പൂതിരിപ്പാട് മാറാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് നമ്പൂതിരിമാരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് 6ഓ 7ഓ ക്ഷേത്രങ്ങൾ ഇന്നും തകർന്ന നിലയിൽ കിടക്കുന്നുണ്ട് ഈ കാടാമ്പുഴ ആ മേഖലയില്. അത് അറിയാവുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാലത്തും പഴയ കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിന് എതിരായിരുന്നു. ഇന്ന് അതിനൊരു മാറ്റം വന്നു എന്ന് അവര് പറയുന്നുണ്ടെങ്കിലും ഈ ഭൂപരിഷ്കരണ നിയമം വന്നോട് കൂടിയിട്ട്, അപ്പൊ ഇതെങ്ങനെയാണ് ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാകുന്നത്? നിരവധി കുടിയാന്മാരുണ്ടാവും. ഇപ്പൊ 1 ഏക്കറോ 2 ഏക്കറോ ഭൂമി, ക്ഷേത്രത്തിന്റെ ഭൂമി ഊരാളിൽ നിന്നും ഏറ്റുവാങ്ങി നെല്ലോ നാളികേരമോ ഒക്കെ ഉണ്ടാക്കി വർഷത്തിൽ ഒരു പ്രത്യേക അളവിൽ അല്ലെങ്കിൽ പ്രത്യേക ശതമാനം ക്ഷേത്രത്തിന് കൊടുക്കും. ആ ക്ഷേത്രത്തിന് കൊടുക്കുന്ന ആ വരുമാനത്തിന്റെ പണം കൊണ്ടാണ് ക്ഷേത്രങ്ങൾ നടന്നിരുന്നത്. ഇപ്പോഴും ഞാൻ പോയിരുന്ന പല ക്ഷേത്രങ്ങളിലും, 2-3 ക്ഷേത്രങ്ങൾ, മലപ്പുറത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തില് വലിയ പത്തായം, ആയിരക്കണക്കിന് ഏക്കർ നെല്ല് ഇടാവുന്ന ഒരു പത്തായം ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം ഇത് മുഴുവൻ കുടിയാന്മാരെ കൊണ്ടുപോയപ്പോ ഊരാളന്മാർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അവര് കരഞ്ഞ് ആ താക്കോല് ഇട്ട് പൂട്ടി തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തകർന്നടിഞ്ഞ നിരവധി ക്ഷേത്രങ്ങൾ. അങ്ങനെ 3-4 ഘട്ടത്തിലാണ് ഇത്തരം ക്ഷേത്രഭൂമികൾ നമുക്ക് നഷ്ടമായത്. അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ചില വഖഫുകളും ഒക്കെയായിട്ട് ഈ മാറുന്നത്. അങ്ങനെ മൊത്തത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിനുള്ളത് എന്ന കാര്യത്തിൽ ഈ തകർന്ന ക്ഷേത്രങ്ങൾ തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്.